ഹലോ ഹായ് ഹായ്. കൊള്ളാം. എന്താണ് സംഭവം? ഒരു പിടിയിലെളിയാ. ഞാൻ എന്താ വന്നെ? ഇവിടെ വന്നേ. എന്താടാ ചിരിക്കണ? ഒന്നുമില്ലട്ടോ. ഒന്നുമില്ലട്ടോ. എന്താ കയ്യില്? കൈ കാണിക്കടാ. ചേട്ടാ ബി ബ്ലോക്ക് സീനിയേഴ്സ് ആണെന്ന് കോളേജ് ഗ്രൂപ്പിൽ സോറി. ആ പ്രൊജക്റ്റിനും വെച്ചു കൊടുക്കുന്നത് ചേച്ചിമാരൊന്ന് പുറത്തോട്ട് പോയേ. പറഞ്ഞത് മനസ്സിലായില്ലേ? ചേച്ചിമാരൊന്ന് പുറത്തോട്ട് പോയേ. എന്താണ് നീയൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിൽ പിള്ളേരെ പുറത്തേക്കറായടാ? കോളേജിന്റെ പേര് കളയാൻ നീയൊക്കെ വേറെ ഒരു ബാച്ചിലെ പിള്ളേർക്കും ഇല്ലാത്ത കേടാണല്ലോ നിനക്കൊക്കെ. വന്നപ്പോ മുതൽ സഹിക്കുന്നതാണ്. നീയൊക്കെ മാറിയെന്നാ ഞാൻ വിചാരിച്ചേ. സർ ഞങ്ങള് നോ മോർ എക്സ്ക്യൂസസ്. എന്നാടാ എന്തു പറ്റി? ഒന്നുമില്ലടി, പിള്ളേര് വെറുതെ ഒന്നുമില്ല പോയപ്പോ. ഇതൊക്കെ എന്നതാന്നേ? ഒന്നുമില്ല. നീ പറയുന്നത് ഫോൺ എനിക്ക് തന്നറ ശ്യാമ. ഇത് കണ്ടാ നീ ദൗമാരി ചെയ്ത പണിയാ. ഞങ്ങൾ നോക്കിക്കണ അത് കണ്ടിട്ട്. അയ്യോ ഇതാരാടാ ചെയ്തേ? പറയണ ഇതൊക്കെ ആരാ ചെയ്തേ? ആരാണ് മാടിയതൊക്കെ ചെയ്ത പറ. നീനെ തല്ലുകൊണ്ടു, പക്ഷെ താൻ ചെയ്ത പോക്കിരിത്തരത്തിനാ. എന്തിനാ അവന്മാരെ തല്ലുണ്ടാക്കിയെന്ന് ഞങ്ങൾക്ക് ഇപ്പഴാ മനസ്സിലായത്. ഇതുവരെ എല്ലാത്തിനും നമ്മൾ ഒരുമിച്ചായിരുന്നു. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഇത് ഇത്തിരി കടന്ന കൈയായി പോയി. ഒന്നല്ലെങ്കിൽ അവളൊരു പെൺകുട്ടിയല്ലേ, ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. അവരെയൊക്കെ ഡിസ്മിസ് ചെയ്യുന്ന കേട്ടെ. ഇനി മേലെ ഇത്ര പരിപാടിക്ക് ഞങ്ങളെ വിളിച്ചേക്കുന്നു. വാ.
തല്ലാൻ മാത്രമല്ല തല്ല് കൊടുക്കാനും തല്ല് വാങ്ങാനും ഡിസ്മിസ് മേടിക്കാനും കൂടെ ഉണ്ടാവണം. എടാ കോന്താന് പ്രിൻസ് നിങ്ങളെ മാത്രം പിടിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? വേണ്ട, നീയൊക്കെ ഒരു അക്ഷരം മിണ്ടരുത്. കാണണ്ട. എടാ അവിടെ പോവാ. സീനാക്കിയടാ. ഞാൻ വീട്ടിലേക്കൊന്നും വിളിക്കുന്നില്ല. എന്തിനാ വെറുതെ? അതിന്റെ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇവന്റെ ഒരു ഭാഗ്യം, ആരോടൊന്നും മിണ്ടണ്ടല്ലോ. 14 ദിവസത്തെ സമയം. എന്തിന് ഇന്ന് തന്നെ ഡിസ്മിസ് അടിച്ചു തരായിരുന്നില്ലേ? ഇത് ഇവിടെ തീർന്നടാ. അല്ലെങ്കിലും ഇവിടുന്ന് എഞ്ചിനീയറായി പാസ്സായി പോവാന്നൊന്നും ആരും വിചാരിച്ചിട്ടില്ലല്ലോ. ചേട്ടന്മാരൊക്കെ ഇവിടെ ഇരിക്കുക. വാ വാ, ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്തേ. എന്തിനാണ് വെറുതെ ദേഷ്യം എന്നാ എന്നോട് തീർക്കല്ലേ. ഞാനൊരു കാര്യം ചോദിച്ച വിഷമാവോ? റെഡി. ഞാൻ ഇന്നലെ തന്ന ഡയറിമിക്ക് തിന്നില്ലെങ്കിൽ താ. നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇവൾക്ക് വേണ്ടി തല്ലുണ്ടാക്കോ? ഞങ്ങളിവിടെ ഡിസ്മിസിൽ അടിച്ച് നിൽക്കുമ്പോഴാണ് നിനക്കൊരു വിഷമമില്ലടി. നിങ്ങൾ എന്തായാലും തല്ലുണ്ടാക്കി പോവാ, പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കണേ? ചിന്നുനെ വേണ്ടാത്തവരെ ചിന്നുനും വേണ്ട. മനസ്സിലായ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നു? പോണേണ. അപ്പൊ ഞങ്ങള് പോയാ നീ കൂടെ ഉണ്ടാവില്ലേ? എന്തിന്? എനിക്ക് പഠിക്കണം. എങ്കിൽ നീ തന്നെ പറ എന്ത് ചെയ്യണമെന്ന്. നമുക്കൊരിടം വരെ പോവാം, എന്റെ സ്വർഗത്തിലേക്ക്. ഇതാണോ നീ പറഞ്ഞ സ്ഥലം? അതൊക്കെ പറയാം. വാ. എന്തോ ഇതാടാ അവളുടെ സ്വർഗം. ട്രേസിയാമോ? എല്ലാരും ഉണ്ടല്ലോ. മുനീറല്ലേ? ബാലു, എൽദോ, സാം, ശരിയല്ലേ? എല്ലാരും വാ. എന്താടാ അവരെ വിളിച്ചോണ്ട് അവിടേക്ക് ഒന്ന് കാണിച്ചു കൊടുക്ക്. വാ. ഞങ്ങൾക്കൊരേ പ്രായ. ചെറുപ്പത്തിലെ എല്ലാ കുറുമ്പും ഒപ്പിച്ച് എവിടെയെങ്കിലും പോയി പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങിയിരിക്കും. ഇവിടുത്തെ കൂട്ടിലെ പ്രാവിന് ആരും കാണാതെ വന്ന് തുറന്നു വിടും. കൂട്ടിലിട്ടാ പിന്നെ അവക്ക് സഹിക്കില്ല. നമ്മളെ വീട്ടിലെ പ്രശ്നമൊക്കെ ആലോചിച്ച് നോക്കി. എടാ ജവാ, ഇനി ആകെ 10 ദിവസം. വെറുതെ ഡിസ്മിസിലും വാങ്ങി പോവാനാണ് പ്ലാൻ. വിശ്വരൂപ വല്ല വേലത്തരത്തിനാണെങ്കിൽ മിസ്റ്റർ മുനീർ, ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ ദാറ്റ്. ഞാൻ ഓക്കെ, ഇതാരാടാ? ഇതൊന്നും നിനക്കറിയാലോ, എനിക്കിതറിയില്ല. എന്താലേ പക്ഷെ ഇത് നിനക്കറിയാം ഇല്ലേ? അറിയാം. ഓട്ടോമേറ്റഡ് ലിഫ്റ്റിംഗ്, സിമ്പിൾ. എന്തെങ്കിലും സഹായിക്കണം പ്ലീസ്. അവസാനത്തെ ആഗ്രഹം കാണണം വിശ്വ. കൈവിട് കൈവിട്. പോകുന്നതിന് മുന്നേ നിനക്ക് ഞാൻ എൻ്റേത് മാത്രമായിട്ടുള്ള ആർക്കും കൊടുക്കാത്ത കളക്ഷൻസ്, ഇന്ത്യൻ, കൊറിയൻ, ചൈനീസ്, ഓൾഡ് കളക്ഷൻസ്. നടക്കില്ല മോനെ. ഏറ്റില്ല. എന്നോട് കിക്കിലോട്ടും തങ്കമണി ചേച്ചി.
ചേച്ചിയോ? ഫ്രഷാ. This is a very complicated scenario. We need to drive the subject through the steps. ഇവൻ പൊളിക്കൂട്ടാ. Blueprint. ഇവനെന്നാടാ ഈ താഴത്തേക്ക് പോകുന്നത്? എന്തിട്ടവൻ കാട്ടണേ? മനസ്സിലായില്ലേ? ഇല്ല. കത്തി. This is the major part. Step 1. ശങ്കു അതെന്നെയാണ് ചോദിക്കണത്. സ്റ്റെപ്പിലും കയറും. ഫോക്കസ്. ഇനി ഇതിൻ്റെ ക്രൂഷ്യൽ പോയിന്റ്, സബ്ജക്റ്റിൻ്റെ വെയിറ്റ് അതറിയണം. അല്ല ഇതേതാ സബ്ജക്റ്റ്? ചോദിക്കണം. മോശല്ലടാ. ഞാൻ എങ്ങനെ ചോദിക്കും? ചോദിക്കണം. ചോദിക്കും. എന്താ മാടെ? എന്താന്നറിയില്ല ലീസ, നീ തടികാരനെ ഒന്നും ശരിയാവുന്നില്ല. ഞാനിപ്പോ ഒരു 100 കിലോ വെയിറ്റ് ഉണ്ടാവും. നീ 60 കിലോ ഉണ്ടാവില്ല. 60? 52 ഉള്ളൂടാ. 52. ബെസ്റ്റ്. വിവരമില്ലാത്തോണ്ട് പറയുക. ഇതാ നമ്മുടെ വീൽ ചെയറിൻ്റെ ലിഫ്റ്റ് മെക്കാനിസത്തിൻ്റെ ബേസിക് സർക്യൂട്ട് വിത്ത് ജോയ്സ്റ്റിക്. എന്താണ് ഈ ചാറ്? കണ്ടീഷൻസ് അപ്ലൈ. സോറിടാ. ബേസിക് സർക്യൂട്ടടാ. ഇവനെ വിവരമില്ലായ്മയുടെ പ്രശ്നം അത് ശരിയാക്കണ്ട. ഓക്കെ. So, this quarter we got to see an innovative and brilliant idea from S6 Electronics and Communication batch, headed by Ramkrishnan sir. Thank you. So that's all for the day. Thank you, Alex sir, our dearest principal, Vice Principal Bhairavan sir, and all those who share the dais. Thank you. Sometimes people with the worst past creates the best future. ഏറ്റവും മോശം ഭൂതകാലമുള്ളവരായിരിക്കും ചിലപ്പോൾ ഏറ്റവും നല്ല ഭാവി സൃഷ്ടിക്കുന്നത്. ഞാനല്ല, വിവരമുള്ള ആരോ പറഞ്ഞതാണ് കേട്ടോ. ഇന്നിവിടെ ഈ വേദിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളും മേ ബി ലൈഫിൽ തന്നെ ഏറ്റവും വലിയ ടഫ് ടൈംസിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നാണ് ഞങ്ങളുടെ ക്യാമ്പസ് ലൈഫിൽ ഒരു അർത്ഥം ഉണ്ടായത്. ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. പ്രിൻസിപ്പൽ സർ, our HOD, our batchmates and to the whole campus. പക്ഷെ എല്ലാത്തിനും ഉപരി ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ ഡിയർ സീനിയേഴ്സിന്. ബിക്കോസ് നിങ്ങളില്ലെങ്കിൽ ഇന്ന് ഈ മൊമെൻ്റ് ഇല്ല. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഇവൻറ്റിൽ ഞങ്ങൾ മെക്കാനിക്കൽ ബാച്ച് വരുമെന്ന്. And that the first ever mechanical batch to come up with something special. ഈ പറഞ്ഞ സ്പെഷ്യൽ മറ്റാരും അല്ല കേട്ടോ, എലീസ.
ഗുഡ് ജോബ്. സാറ് ഇപ്പോൾ ബിസിനസ്സിൽ എൻ്റെ പേരാണ് നാല് മിസ് കോളോ? എടാ ഫോൺ അടിച്ച് കേട്ടില്ലേ? ബിസി മാം. പിന്നെ ചിന്നുന്റെ വീട്ടിൽ നിന്നാണല്ലോ. ഹലോ ഹലോ. ആ ബാലു, അവൾ ഇറങ്ങിയില്ലായിരുന്നോ? ഇന്ന് വൈകിട്ടല്ലേ, നാളെ പുറപ്പെടുന്നാ പറഞ്ഞേ. വിളിച്ചിട്ടാണ് ഔട്ട് ഓഫ് റേഞ്ച്. അവള് എപ്പോഴേ പോയില്ലോ മാത്രേ. ആണോ? ആ ഞാൻ 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 ഇപ്പൊ തിരിച്ചു വിളിക്കാം. എന്താടാ? അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒന്നുകൂടെ അവളിതുവരെ എത്തിയില്ലെന്ന്. എന്താടാ? ചിന്നുനെ വിളിച്ച് കിട്ടുന്നില്ലടാ. ചിന്നു, നീ എന്താ കുട്ടികളെ കളിക്കണേ? എന്താ വിളിച്ച ഫോൺ എടുത്താ? ഹലോ, ഞാൻ ലാസ്റ്റ് കോൾ ഡീറ്റെയിൽസ് കണ്ട് വിളിക്കുക. ആരാ? പെട്ടെന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റൽ വരെ ഒന്ന് വരാമോ? വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ഞാനിപ്പോൾ ഈ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത്. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മനസ്സിലൊരു വിങ്ങലോട് കൂടിയല്ലാതെ ഇത് കേൾക്കുന്ന ആർക്കും ഇപ്പം ഇരിക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇതിലൊരു അവസാനമില്ലേ? വായിച്ചില്ലേ? എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാ. ഓ, 18 വയസ്സേ ഉള്ളത്. കഷ്ടമായി പോയി. എന്നാ പറയാനാ? എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ അവശ നിലയിൽ കണ്ടു. കേരളക്കരയിൽ വീണ്ടും ഒരു ദുരന്ത കഥ. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മരണം ഈ കൊലക്കേസിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ കരുതുന്നുണ്ട്. നമ്മുടെ പെങ്ങന്മാരും പഠിക്കാൻ പോണേ. പോലീസ് അന്വേഷണത്തിലേക്ക്. ദുരൂഹതകൾ ബാക്കിയാക്കി പെൺകുട്ടി മരണത്തിലേക്ക്. പലതവണ പീഡനത്തിനിരയായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. ജോബി, നമുക്ക് കൂടുതൽ ആളുകളുടെ പ്രതികരണത്തിലേക്ക് ഈ പോകാം. പറയണ ഭരണം പരാജയപ്പെട്ടു. ഇനി വേണ്ടി വന്ന ഞങ്ങളൊരു ഹർത്താലിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പ്രതികരിക്കാൻ ആരുമില്ലാത്തത് കൊണ്ടാണോ കേരളം വീണ്ടും ഒരു പീഡനം കൂടി കാണേണ്ടി വരുന്നത്? ഒരിക്കലുമല്ല. എല്ലാവർക്കും തുല്യനീതിയാണ് ഈ സർക്കാർ നൽകുന്നത്. പ്രതിപക്ഷത്തിന്റെ മണ്ഡലത്തിനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാളത്തെ ഹർത്താലിൽ ഭരണപക്ഷം ശക്തമായി പ്രതിഷേധിക്കുന്നതാണ്. മരിച്ച കുട്ടിയുടെ സഹപാഠിയായ എൽദു നമ്മുടെ കൂടെ സ്റ്റുഡിയോയിലുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മോർച്ചറിക്ക് പുറത്താണ്. ഒരു സൂചി കണ്ടാൽ പോലും കരയുന്ന ഞങ്ങളുടെ കൂട്ടുകാരിയെ ഇപ്പോൾ അവിടെ കുത്തിക്കീറി കിടത്തിരിക്കുന്നത്. അവളവിടെ തനിച്ചാക്കി പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പോഴും എന്നെ മൂടുന്ന വല്ലാത്തൊരു കുളിരുണ്ട്. പക്ഷെ
ഇപ്പൊ ഞാനിവിടെ വന്നത് ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയാ. ഇന്ന് ഈ ചർച്ച അവസാനിപ്പിച്ചു മൈക്ക് ഓഫ് ചെയ്യുന്നോടെ നിങ്ങൾക്കെല്ലാവർക്കെല്ലാം പഴയതുപോലെ. പക്ഷേ നഷ്ടം അത് ഞങ്ങൾക്ക് മാത്രം. കൊന്നതാ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഞങ്ങളുടെ കൊന്നു കളഞ്ഞതാ. കൊന്നതിന്റെ പേരിൽ ഹർത്താൽ നടത്താനാണെങ്കിൽ അതിന്റെ പേരിൽ കാണുന്നവർക്കെല്ലാം വീട്ടിലിരുന്ന് കുപ്പി പൊട്ടിച്ച് ആഘോഷിക്കാനാണെങ്കിൽ എന്താ ഒരു കാര്യം നിങ്ങളെല്ലാവരും ഓർത്തോ, നിങ്ങൾ ഓരോരുത്തരും ആഘോഷിക്കുന്നത് ഞങ്ങളുടെ കൂട്ടുകാരിയുടെ മരണ. എന്റെ മോൾക്ക് ഇങ്ങനൊന്നും, എന്റെ പെങ്ങളെല്ലാം എല്ലാ ദിവസവും നേരത്തെ വീട്ടിൽ വരാറുണ്ടല്ലോ. എന്റെ 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 ഇങ്ങനെ പറഞ്ഞിരുന്നവരാ ഞങ്ങൾ ഓരോരുത്തരും. എന്നാൽ ഇന്ന് അവള് ഞങ്ങളുടെ കൂടെ ഇല്ല. ഞാൻ വരാം. പക്ഷേ നാളെ ഞങ്ങൾ അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. തടുക്കാൻ പറ്റുന്നവർക്ക് തടുക്കാം. ഞങ്ങൾ ആ കോളേജ് പിള്ളേർക്ക് ഫുൾ സപ്പോർട്ടായിരിക്കും. നാളെ നമ്മൾ എന്തായാലും കോളേജിൽ പോയിരിക്കും. ഹർത്താല എന്ത് കാര്യത്തിന്? ഈ രാഷ്ട്രീയക്കാരെ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് മാത്രമാണ്. ഞങ്ങൾ നാളെ എന്തായാലും കോളേജിലുണ്ടോ? പ്രതിപക്ഷത്തിന്റെ ഭാഗത്തും വീഴ്ചയുണ്ടെന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അല്ലല്ലല്ല, ഞാൻ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ സഹപാഠി പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഭരണപക്ഷത്തിനും പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിക്കും മാത്രമാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് നാളെ ഞങ്ങൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സർ, വിദ്യാർത്ഥി സംഘടനകളുടെയും പൊതുജനത്തിന്റെയും പ്രതികരണങ്ങളിൽ നിന്ന് പ്രകടമാകുന്നത് പോലീസിനോടും ആഭ്യന്തര വകുപ്പിനോടുമുള്ള കടുത്ത പ്രതിഷേധമാണ്. സാറിന്റെ പ്രതികരണം? ഇത് ഒരൊറ്റപ്പെട്ട സംഭവമാണ്. ഈ നാട്ടിൽ 1.5 കോടിയോളം വരുന്ന സ്ത്രീകൾ ഇവിടെ സ്വസ്ഥവും സുരക്ഷിതരുമായി ജീവിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വാർത്തയില്ലല്ലോ. ഇങ്ങനൊരു കുട്ടിക്ക് സംഭവിച്ചത് എത്തേണ്ടാത്ത സ്ഥലത്ത് എത്തരുതാത്ത സമയത്ത് എത്തിയതുകൊണ്ടാണ്. സർക്കാരിന്റെ കഴിവുകേടുകൊണ്ടല്ലേ ഇന്നലെ ആ പെൺകുട്ടിക്ക് അങ്ങനെ സംഭവിച്ചത്? അത് മറച്ചു വെക്കാനല്ലേ സാർ ഇപ്പോൾ നോക്കുന്നത്? ഒരിക്കലുമല്ല. ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നായ, അത് അതിന്റെ കൂട്ടിൽ എല്ലാ ദിവസവും രാത്രി സുഖമായി കിടന്നുറങ്ങുന്നു. ഒരു ദിവസം ആ നായ കൂട് പൊട്ടിച്ച് മതില് ചാടി പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനെ ഒരു തെരുവ് നായ വലിച്ചു കീറി കടിച്ചു കൊന്നാൽ ആ തെരുവ് നായയെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ? അതിന്റെ കൂട്ടിൽ തന്നെ കിടന്നാൽ പോലെ. അസമയത്തൊരു പെൺകുട്ടി. ഏതാണ് ആ സമയം? നിങ്ങൾ അസമയത്ത് പെൺകുട്ടിയെ കണ്ടവരില്ലേ? എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഏത് സമയമാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അത് അല്ല, പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. അത് പിന്നെ രാത്രി. രാത്രി അസമയമാണോ? അല്ല, ഞാൻ അപ്പൊ അങ്ങനെയല്ല. പാതിരാത്രി. പാതിരാത്രി അസമയമാണ്. പാതിരാത്രി അല്ലേ സാറേ? അപ്പോൾ ഒരു പെൺകുട്ടിയെ അസാധാരണമായ രീതിയിൽ കണ്ടാൽ ഓക്കെ 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 എന്താണ് ഈ അസാധാരണം? അത് പിന്നെ ഒബ്ജക്ഷൻ യുവർ ഓണർ. ഡിഫൻസ് സാക്ഷികളെ അനാവശ്യമായി ചോദ്യങ്ങൾ ഉന്നയിച്ച് കൺഫ്യൂസ് ചെയ്യിക്കുകയാണ്. എങ്കിൽ നിങ്ങൾ പറയണം, എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ അസമയമെന്ന്? നിയമപുസ്തകങ്ങൾ മാത്രം ഉദ്ധരിച്ച് വാദിക്കുന്ന മിസ്റ്റർ കാളൂർ പറയണം.
ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അങ്ങനെ ആണിന് മാത്രമില്ലാത്തൊരു അസമയം ഒരു പെൺകുട്ടിക്ക് മാത്രമായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ദി ബേസിക് റൈറ്റ്സ് ഓഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ, റൈറ്റ് ടു ഈക്വാലിറ്റി, ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അസമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടതായി സാക്ഷികൾ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ആ സമയം ഏതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ കോടതിക്ക് കഴിയണം. മിസ്റ്റർ മുകുന്ദൻ, നിങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രിവിലേജസിനെ ഒരിക്കലും ചോദ്യം ചെയ്യരുത്. ഐ വിൽ ക്വസ്റ്റ്യൻ ദ കോർട്ട്. ചോദ്യം ചെയ്യപ്പെടേണ്ടത് കോടതിയാണെങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. കാരണം കോടതിയേക്കാൾ വലുതാണ് സത്യം. അല്ലെങ്കിൽ കോടതി ഉറക്കെ വിളിച്ച് പറയണം, നമ്മുടെ ഈ നാട്ടിൽ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ അസമയമാണ്. ആ സമയത്ത് പുറത്തിറങ്ങുന്ന പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന യാതൊന്നിനും നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുകയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി അസാധാരണം. എന്താണ് ഈ അസാധാരണം? ഒരാണും പെണ്ണും ഒരുമിച്ച് എവിടെയുണ്ടോ അവിടെ അസാധാരണം. ഒരുമിച്ച് സംസാരിച്ചാൽ അസാധാരണം, ഒരുമിച്ച് നടന്നാൽ അസാധാരണം, ഒരു ബൈക്കിന് പോയാൽ അസാധാരണം, ഒരു സിനിമയ്ക്ക് പോയാൽ അസാധാരണം. അത് പിന്നെ മനുഷ്യനായാൽ അല്പം സദാചാരബോധമൊക്കെ കാണില്ലേ സാറേ? സദാചാരം അന്യന്റെ സ്വകാര്യതയിലേക്ക് വലിഞ്ഞു കയറി ചെല്ലാനുള്ള ഇവന്റെയൊക്കെ ലൈസൻസിന്റെ പേരല്ല സദാചാരം. യുവർ ഓണർ, അഡ്വക്കേറ്റ് മുകുന്ദൻ പറയുന്ന കേട്ടാ തോന്നും ഇങ്ങനൊരു കൊലപാതകമേ നടന്നിട്ടില്ല. അദ്ദേഹത്തിന് സാക്ഷികളെ വിശ്വാസമില്ല, സാക്ഷി മൊഴികളെ വിശ്വാസമില്ല, പോലീസിന് വിശ്വാസമില്ല, എന്തിന് ബഹുമാനപ്പെട്ട കോടതിയെ പോലും വിശ്വാസമില്ല. പിന്നെ എന്താണാവോ മിസ്റ്റർ മുകുന്ദന് വിശ്വാസം? കോടതി മുൻപാകെ ഒരു സാക്ഷിയെ, ഒരൊറ്റ സാക്ഷിയെ വിസ്തരിക്കാൻ ഞാൻ അനുവാദം തേടുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്താ ഇത്? ഒറ്റ സാക്ഷിയല്ലേ ഉള്ളൂ, വാദം മുന്നോട്ട് പോട്ടെ. ഇദ്ദേഹം ഹാജരാക്കിയതുപോലെ സാക്ഷികളുടെ ഒരു നീണ്ട പട്ടികയൊന്നും എനിക്കില്ല. ഒരൊറ്റ സാക്ഷി, ഒരേ ഒരു സാക്ഷി. ബാക്കിയുള്ളവരെല്ലാവരും ഒന്ന് പുറത്തേക്ക് പോകണം. ഇരിക്കണം. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആ കുട്ടിക്ക് സംഭവിച്ചത് എനിക്കറിയാം. അന്ന് രാത്രി അവര് ആ വണ്ടിയിൽ അവര് 3 പേരുണ്ടായിരുന്നു. അതിലവനെ എനിക്ക് മറക്കില്ല ഒരിക്കലും. ഇത് കോടതിയാണ്. ഇവിടെ ആരോപണം മാത്രം പോരാ, തെളിവുകൾ വേണം. നിങ്ങൾ എന്തുകൊണ്ട് എന്നിട്ട് ഈ വിവരം പോലീസിനെ അറിയിച്ചില്ല? വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു വരിക. ഞാൻ ഇങ്ങനെയായിരുന്നില്ല. പക്ഷെ ഒറ്റ രാത്രി ഇന്ന് അവൾക്ക് സംഭവിച്ച പോലെ തന്നെ എനിക്ക് 3 ദിവസങ്ങൾക്കപ്പുറം ഞാനൊരു സായാഹ്ന പത്രത്തിലെ ലാസ്റ്റ് പേജ് ബോക്സ് ന്യൂസ് വാർത്തയ്ക്കപ്പുറം ഒന്നും ആകില്ലെന്നറിയാതെ ഈ കോടതിയുടെ മുന്നിൽ സത്യമായിട്ട് പറയാൻ ധൈര്യം കാണിച്ച എന്നെ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? തെളിവുകളില്ലാതെ കോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ അനുഭവിച്ചതൊക്കെ നേരിട്ട് പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത കോടതിയോട് സാക്ഷിയായി എന്തുകൊണ്ട് പോലീസിൽ പോയി മൊഴി രേഖപ്പെടുത്തിയില്ല എന്ന ചോദ്യം ഉണ്ടല്ലോ. ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇതെന്തിയാണ്? ഇവിടെ എങ്ങനെയാണ്? വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കോടതിയിൽ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടും കോടതി സാക്ഷികളെ ചോദിച്ചു. തെളിവുകളില്ല എന്ന് പറഞ്ഞ് ആ കേസ് എവിടെയും എത്താതെ പോയി. സ്വന്തം കാര്യത്തിൽ കിട്ടാതെ പോയ നീതിയെ മറന്നുകൊണ്ട് ഇന്നവൾ വന്നത് കോടതിയിൽ ഒരു ചോദ്യചിഹ്നമായിട്ടല്ല, മറിച്ച് കോടതിയിൽ എവിടെയോ ബാക്കിയുള്ള വിശ്വാസം കൊണ്ടാണ്. അഡ്വക്കേറ്റ് മുകുന്ദൻ, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ ഇത് കോടതിയാണ്. ഇവിടെ ഈ കേസും മറ്റേത് കേസും പോലെയാണ്. അവളെ ഈ ലോകത്തു നിന്നും എന്നേക്കുമായി പറഞ്ഞയച്ചവരെ തിരിച്ചറിയുന്ന സാക്ഷിയുണ്ട്.
ആ സാക്ഷി കണ്ട 3 പേർക്കും തൂക്കുകയർ വാങ്ങിക്കൊടുത്തിട്ടേ ഞാൻ ഈ കളം വിടൂ. സി മിസ്റ്റർ മുകുന്ദൻ, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. ഇവിടെ തൂക്കുകയറും വാങ്ങിക്കൊടുക്കാനല്ല കോടതികൾ. പിന്നെ എന്തിനാണ് ഈ നാട്ടിൽ കോടതികൾ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്, ബട്ട് ഇത്തരം കേസുകളിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസിന് മാത്രമേ തൂക്കുകയർ വിധിക്കാൻ കോടതിക്ക് അധികാരമുള്ളൂ. ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്നിട്ടും അത് കോടതിക്ക് മുമ്പിൽ തെളിയിച്ചിട്ടും കോടതി പറയുന്നു അതിൽ അസാധാരണമായി ഒന്നുമില്ലെന്ന്. കഷ്ടം. അല്പം കൂടി ഭംഗിയായി പറഞ്ഞാൽ കോടതി തന്നെ പറയുകയാണ് ഇതൊക്കെ ഈ നാട്ടിൽ സർവ്വസാധാരണമാണെന്ന്. അഡ്വക്കേറ്റ് മുകുന്ദൻ, തീർന്നില്ല. കോടതിക്ക് 100 കണക്കിന് കേസുകളിൽ ഒന്ന് മാത്രമാണത്. പക്ഷേ ഓരോ കേസിലെ ഓരോ പെൺകുട്ടിക്കും നഷ്ടപ്പെട്ടത് അവരുടെ ജീവിതമാണ്. ഇനി അത് സാധാരണമാണെന്നാണ് കോടതി പറയുന്നതെങ്കിൽ ഐ വിൽ ക്വസ്റ്റ്യൻ ദ കോർട്ട്. വാട്ട് ഈസ് റയറസ്റ്റ് ഓഫ് റയറസ്റ്റ്? Hey, you are crossing the limits. You cannot question the court and for that I can enforce a code of conduct on you. അറിയില്ല യുവർ ഓണർ. കണ്ണടച്ചാൽ ഒരിക്കലും കണ്ടില്ലാത്തവന്റെ വിഷമം തിരിച്ചറിയില്ല. അവന് കണ്ണ് കാണാറാവു തന്നെ വേണം. ഇന്ത്യയിലെ ഒരു കോടതിയും ഒരു ജഡ്ജിയും സ്വന്തം മകൾക്ക് സംഭവിച്ച ഇത്തരം ഒരു കേസിന്റെ വിധി പറഞ്ഞിട്ടില്ല. അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഒരു തവണയല്ല, ഒരു 100 തവണ അവനെ തൂക്കിക്കൊല്ലാൻ ആ കോടതി വിധിച്ചേനെ. മിസ്റ്റർ മുകുന്ദൻ, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. If the law has to change, yes, നിയമങ്ങൾ മാറണം. Because the Indian Constitution gives all the citizens the right to freedom and the right to life. ഈ കേസുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ അന്യായ ഇടപെടലുകൾ നടന്നതായി കോടതിക്ക് വ്യക്തമായിരിക്കും. അതുകൊണ്ട് തന്നെ കോടതിയുടെ കർശനമായ മേൽനോട്ടത്തിൽ ഡിഫൻസ് കൗൺസിലിന് തൃപ്തിയുള്ള ഒരു പുതിയ ടീമിനെ ഈ കേസ് ഏറ്റെടുക്കാൻ കോടതി നിർദ്ദേശിക്കുന്നു. 164 CRPC പ്രകാരം സാക്ഷികളുടെ മൊഴിയെടുത്ത് യഥാർത്ഥ പ്രതികൾക്കെതിരെയുള്ള വിവരങ്ങൾ കോടതിക്ക് മുമ്പാകെ നേരിട്ട് രേഖപ്പെടുത്താവുന്നതാണ്.